നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. പല ജില്ലകളിലും കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലും മഴ കനക്കുന്നു. മഴ സാധ്യത നിലവിൽ കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ പറയുന്നത്. അടുത്ത 3 മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഒപ്പം മാന്നാർ കടലിടുക്കിന് മുകളിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം കാരണം തെക്കേ ഇന്ത്യയിൽ ഡിസംബർ 16 വരെ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ പ്രളയ സമാന സാഹചര്യവുമുണ്ട്. ജലസംഭരണികൾ തുറന്നതോടെ ചെന്നൈയിലും സമീപ ജില്ലകളിലുമൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. തെക്കൻ തമിഴ്നാട്ടിലെ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. തിരുവള്ളൂർ, ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട്, വില്ലുപുരം, കടലൂർ, മയിലാടുംതുറൈ, നാഗപട്ടണം, തിരുവാരൂർ, തഞ്ചാവൂർ, പുതുച്ചേരി തുടങ്ങി പല ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിക്കുന്നു. ചെന്നൈയിലെ 100ഓളം സ്ഥലങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കം, കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊടൈക്കനാൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മഴ കാരണം ആൾപ്പാർപ്പില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ജനങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് സർക്കാർ ഭരണകൂട വൃത്തങ്ങളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.